അപ്പോൾ പാത്രം ഇതാ കഴുകി അതിൻ്റെ നമുക്ക് എന്തൊക്കെ ഫുഡിങ്സ് ഇന്ന് വലിയ രീതിയിൽ നോൺ വെജ് ഒന്നും എടുത്തിട്ടില്ല. ലൈറ്റായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡാണ് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. എവിടെ പോയി കഴിഞ്ഞാലും എന്താ വെള്ളം ഇതുപോലെ 5 ലിറ്റർ വെള്ളം കൊണ്ടുവരും. പിന്നെ ചോറ്, കുറച്ച് വെജിറ്റബിളിൻ്റെ കൂട്ടുകൾ, ബാക്കി സംഭവങ്ങൾ. നസറിൻ കഴിക്കാം. ഓക്കെ, വെജിറ്റേറിയൻ കറി എന്നാണ് മമ്മി ആദ്യം പറഞ്ഞതെങ്കിലും ഇന്ന് എന്തൊക്കെ കറി ഉണ്ടെന്നുള്ളത് നോക്കാം. എന്തൊക്കെ ഉണ്ട് ഇന്ന്? സസ്പെൻസ് ആണ്. ബീഫ് കറി പൊളിച്ച്. എന്തൊക്കെ ഉണ്ടെന്നുള്ളത് മമ്മി ഓരോ നാട്ട് എടുത്തിടുന്നുണ്ട്. ബീഫ് കറി, തോരൻ, അച്ചാറ്. എന്ത് അച്ചാറാണ്? മാങ്ങ അച്ചാർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് മമ്മി. കഴിക്കണ്ടേ? ഓരോ നാട് തുറന്ന് കാണിക്കുകയാണ്. ഇതാ ചോറ്, നല്ല കിടിലം കേരള റൈസ്, ബീട്രൂട്ട് തോരൻ, മാങ്ങ അച്ചാർ. കടുമാങ്ങ അച്ചാറാണോ? അല്ല, സാധാ അച്ചാർ. നല്ല കിടിലം ബീഫ്. ഇതാ ഓക്കെ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വിശന്ന് കിറങ്ങിയിരിക്കുകയാണ്. റയാൻ എന്ത് പറയുന്നു? വിശക്കുന്നോ? യെസ്. നസറിൻ വിശക്കുന്നു. റിസ്വാൻ കരാട്ടെ ബ്ലൂ ബെൽറ്റ് വിശക്കുന്നു എന്നാണ് പറയുന്നത്. റിസ്വാൻ വാപ്പ ഇവിടെ നിൽക്കുന്നു. എത്രാമത്തെ പ്രാവശ്യമാണ് കന്യാകുമാരി പോകുന്നത്? കന്യാകുമാരി വന്നത് 50ാമത്തെ പ്രാവശ്യം. 50ാമത്തെ പ്രാവശ്യം എന്നുള്ള ഒരു ചെറിയൊരു തള്ളിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇവിടെ എൻ്റെ പ്ലേറ്റ് എൻ്റെ അടുത്ത് തരും. ഞാൻ വയ്ക്കാം. കഴിയോ പ്ലേറ്റ്? വെയിറ്റ് ഇല്ലടാ, പ്ലേറ്റ്. ഇതാ നല്ല കിടിലം കേരള റൈസ്. 2 സ്പൂൺ മതി. നമ്മൾ കന്യാകുമാരി പോയ സമയത്താണ് ഈ ഒരു ഫുഡിങ്സ്. സാധാരണ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഒരു നേരം ഫുഡ് വന്നിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എന്നാലും നമുക്ക് എക്സ്പെൻസും കുറയ്ക്കാൻ പറ്റും, അതോടൊപ്പം തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണവും കഴിക്കാൻ പറ്റും. മതി. ഓക്കെ, കുറച്ച് അച്ചാറും കൂടെ വെച്ച് കഴിഞ്ഞാൽ സുഖം. അച്ചാർ ഇതിൻ്റെ അച്ചാറിൽ ഉള്ള പൊടിയൊക്കെ വാരിയിട്ടും തോന്നുന്നു. കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, പൊളി. അപ്പോൾ നമ്മുടെ ഫുഡിങ്സ് സംഭവം എന്താ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കന്യാകുമാരി ട്രിപ്പ് പോകാൻ വേണ്ടി പോയ സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഫുഡിങ്സാണ് ഇതായിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് കഴിക്കാം. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? അടിപൊളി. സാധാരണ യാത്രയിൽ ഇങ്ങനെ തന്നെയാണ് കഴിക്കാൻ കൊണ്ടുവരാറ്? അതെ. ഓക്കെ, ഭക്ഷണവും കൊണ്ടുവരുന്നുണ്ട്. ഇർഫാൻ എങ്ങനെയുണ്ട് ഇന്ന് ഭക്ഷണമൊക്കെ? എന്തൊക്കെ ഉണ്ട്? ചോറ്, ബീഫ് കറി, അച്ചാറ്, തോരൻ. ചോറ്, ബീഫ് കറി, അച്ചാറ്, തോരൻ. വിശക്കുന്നുണ്ടോ? വിശക്കുന്നില്ല, എന്നാലും കഴിക്കുന്നുണ്ട്. 2ാമത്തെ പ്രാവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നല്ല ബീഫും ബീട്രൂട്ട് തോരനും മാങ്ങ അച്ചാറും കൂടെ ചേർത്തിട്ടാണ് ഇന്ന് കഴിക്കാൻ വേണ്ടി മമ്മി റെഡിയാക്കി തന്നത്. അപ്പോൾ കുറച്ച് കറിയിൽ ചെറുതായിട്ട് ബീഫും കൂടെ ചേർത്ത് വെച്ചിട്ട് കുറച്ച് തോരനും കുറച്ച് അച്ചാർ എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതാക്കണ്ട. സൂപ്പർ ടേസ്റ്റ് ഏതാ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ യാത്രകളിൽ മാക്സിമം നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ബൈ.